പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂട്യൂബിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേദഭാഗങ്ങളിലൂടെ നാം ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ആത്മിക വളർച്ച എന്ന വിഷയമാണ്. നമ്മുടെ ആത്മീകമായ വളർച്ച. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ പടികളാണ് നാം കടക്കേണ്ടതെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ആ വാക്കുകളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്നത്. ഈ വിഷയത്തെ ആസ്പദീകരിച്ച് 2 വീഡിയോകൾ ഇതിനു മുമ്പ് തന്നെ നാം ചെയ്തിട്ടുണ്ട്. അത് ഒന്നാമത്തെ വീഡിയോ ആത്മീക ജീവിതത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തങ്ങൾ ആത്മീക ജീവിതത്തിൽ അതൃപ്തരായിരിക്കണം എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. അതിന് നമ്മെ പ്രേരിപ്പിച്ചത് പൗലോസിന്റെ വാക്കുകളാണ്. ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ തികഞ്ഞവനാണെന്ന് ഞാൻ കരുതുന്നില്ല എന്ന പൗലോസിന്റെ വളരെ മനോഹരമായ അനുഗ്രഹീതമായ വാക്കുകളാണ്. പൗലോസ് എന്ന ദൈവ മനുഷ്യൻ, ഇത്രയും ശ്രേഷ്ഠനായ മനുഷ്യൻ, ഇത്രയും ദൈവഗുണം പ്രാപിച്ച, വെളിപ്പാട് പ്രാപിച്ച അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ തികഞ്ഞവനല്ല, ഞാൻ പിടിച്ചിരിക്കുന്നത് നിരൂപിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതിൽ നിന്നാണ് ഉലകത്തിലെ ഒരു മനുഷ്യനും ആത്മീകതയിൽ തികഞ്ഞവരല്ല, എല്ലാവരും ആ തികവന്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്നവരാണെന്ന് നാം പറഞ്ഞു വെച്ചത്. അപ്രകാരം ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം തങ്ങൾ കുറവുള്ളവരാണെന്നും ഇനിയും തങ്ങൾക്ക് വളരണമെന്നും ആ വലിയ ചിന്തയോടെ ദൈവത്തിൽ അടുത്ത് ചെന്ന് തങ്ങളുടെ ആത്മീക ദാരിദ്ര്യത്തെ സമ്മതിച്ച് ദൈവവുമായി അടുത്ത് ചെല്ലണമെന്നാണ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. ആ വീഡിയോ യൂട്യൂബിൽ നമ്മുടെ ചാനലിലുണ്ട്, എല്ലാവരും കാണണം. ആത്മീക ജീവിതത്തിലെ നമ്മുടെ വളർച്ചയ്ക്ക് അത് വളരെ സഹായകമാണ്. രണ്ടാമത്തെ കാര്യം നാം സംസാരിച്ചത് ആത്മീയ വളർച്ചയിൽ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ, ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവര് ഒന്ന് തങ്ങളുടെ ആത്മീയ ദാരിദ്ര്യം അറിയുകയും അവരുടെ ആത്മീയ ജീവിതത്തിൽ അതൃപ്തരാകുകയും ചെയ്യണം. രണ്ടാമത്തെ വിഷയം, അവർ കർത്താവിന്റെ വെളിപ്പാട് പ്രാപിക്കണം. പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ പൗലോസ് ഈ ആത്മജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കാരണം കർത്താവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ടാണ്. കർത്താവിനാൽ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവം തനിക്ക് നൽകിയ വെളിപ്പാടാണ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി സംസാരിച്ചു. കർത്താവ് പൗലോസിന് വെളിപ്പാട് നൽകി. ദമസ്കോസിൽ വെച്ച് കർത്താവ് തന്നെ വിളിച്ചു, തന്നെ പിടിച്ചു, അല്ലെ? ആ വലിയ വെളിപ്പാടാണ് തന്നെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മനുഷ്യനെ നോക്കുന്നത് നിർത്തിയിട്ട്, വ്യക്തികളെ നോക്കുന്നത് നിർത്തിയിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നമ്മൾ കുറവുള്ളവരാണെന്ന് മനസ്സിലാക്കുകയും നമുക്കിനിയും വളരണം, ക്രിസ്തു എന്ന തലയോളം നമ്മൾ വളരേണ്ടത് ആവശ്യമാകിയാൽ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കണം. അത് വെളിപ്പാട് പ്രാപിച്ചവർ എന്ന ദൈവ വെളിപ്പാട് പ്രാപിച്ചവർ എന്ന വിഷയത്തിൽ നമ്മൾ 2ാമത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടിട്ടില്ലാത്ത എല്ലാവരും ആ വീഡിയോ കാണണം എന്ന് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് ആത്മീക വളർച്ചയുടെ 3ാമത്തെ പടിയാണ്. പൗലോസ് പറയുകയാണ്, എന്റെ ആത്മീക ജീവിതത്തിൽ എനിക്ക് ബോധ്യമായ 1ാമത്തെ കാര്യം, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, ഞാൻ പെർഫെക്റ്റ് അല്ല എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിച്ചിരിക്കുന്നു, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോയി പറ്റുകയുള്ളൂ. അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതാണ് പൗലോസ് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. അത് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലാണ്. ആ വാക്യം ഞാൻ വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടും. ഈ വാക്യത്തിനകത്തെ 2ാമത്തെ പ്രയോഗം അതാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരം. പിൻപിലുള്ളത് മറക്കുക. പൗലോസ് പറയുകയാണ്, എന്റെ ആത്മജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോകണം, ഞാൻ തികഞ്ഞവനല്ല, ഞാൻ പിടിച്ചിരിക്കുന്നവനല്ല, എനിക്കിനിയും പോയേ പറ്റുകയുള്ളൂ. കാരണം
ഞാനൊരു വെളിപ്പാട് കണ്ടിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അവനെ പോലെ ആകണം, അവനോട് സദൃശനാകണം, അവിടുത്തെ മുമ്പാകെ നിൽക്കണം. അല്ലെ, അതാണ് എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം എനിക്ക് വേണമെങ്കിൽ ഞാൻ മുൻപോട്ട് പോയേ പറ്റുകയുള്ളൂ. എന്റെ ആത്മജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കുതിച്ചേ പറ്റുകയുള്ളൂ. അതിന് എന്നെ സഹായിക്കുന്നത്, എന്നെ അതിനുവേണ്ടി ഉത്സാഹിപ്പിക്കുന്നത് ആ വെളിപ്പാടാകയാൽ ഞാൻ എന്ത് ചെയ്യണം? എന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, എന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വിഘാതമായി നിൽക്കുന്ന എന്റെ പിന്നിലുള്ള ചില കാര്യങ്ങളെ ഞാൻ മറന്നെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന് പൗലോസ് പറയുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയാൻ, പിന്നിലുള്ളത് മറന്ന് ഞാൻ മുമ്പിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പിന്നിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ? പ്രൈസ് ദി ലോർഡ്. എന്താണ് പിന്നിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ? നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഭൂതകാലത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സമയം. കഴിഞ്ഞു പോയെന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ ഈ വചനം പറയുന്ന ഈ നിമിഷം അല്ലെങ്കിൽ ഈ ദിവസം, അതിന് പുറകോട്ടെല്ലാം കഴിഞ്ഞു പോയതാണ്. ഈ നിമിഷത്തിന് തൊട്ട് മുമ്പുള്ള സമയമെല്ലാം കഴിഞ്ഞു പോയതാണ്. അങ്ങനെയെങ്കിൽ വർത്തമാനകാലത്തിൽ നാം ആയിരിക്കുന്ന ഈ നിമിഷത്തിന് പുറകോട്ട് എല്ലാം കഴിഞ്ഞു പോയതാണ്. പ്രൈസ് ദി ലോർഡ്. ഭൂതകാലം പാസ്റ്റ് ടെൻസ് ആണ്, അല്ലെ? പൗലോസ് പറയുകയാണ്, ഞാൻ എന്റെ പിന്നിലുള്ളത് മറക്കുന്നു. എന്താണ് പൗലോസ് അർത്ഥമാക്കിയത് പിന്നിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നു, പഴയതെല്ലാം മറക്കണം, പുറകിലുള്ളതെല്ലാം മറക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് മറന്നു കളയണമെന്നാണോ പൗലോസ് പറഞ്ഞത്? ഒരിക്കലുമല്ല. അങ്ങനെ എല്ലാം മറക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാം മറക്കരുത്. എന്താണ് മറക്കാൻ പാടില്ലാത്തത്? എന്താണ് മറക്കേണ്ടത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ആത്മജീവിതത്തെ മുന്നോട്ട് നമുക്ക് പോകുവാൻ നാം എന്താണ് മറക്കേണ്ടത്, എന്താണ് മറക്കാൻ പാടില്ലാത്തത്? പൗലോസ് പറയാൻ, പിന്നിലുള്ളത് മറന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങൾ, നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഒരു കാരണവശാലും ഒരാത്മികൻ മറക്കാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പിൻപിലുള്ളതെല്ലാം മറക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ചെയ്ത ഉപകാരങ്ങളും കൂടെ മറക്കുക എന്ന അർത്ഥമല്ല, ഒരിക്കലുമല്ല. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 103-ാം സങ്കീർത്തനം 2-ാം വാക്യം എല്ലാവർക്കും അറിയാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. വളരെ കർശനമായ വാക്കുകളാണ്. ഒരു കാരണവശാലും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ പറയാം, പിന്നിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയെ തടയും. അത് മറന്നേ പറ്റൂ. പക്ഷേ ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്തുകൊണ്ടാണ് ഉപകാരം മറക്കരുത് എന്ന് പറയുന്നത്? ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചുള്ള ഓർമ്മ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് മുന്നോട്ട് കുതിക്കുവാനുള്ള വലിയൊരു ശക്തി നമുക്ക് തരുന്നതാണ്. വലിയൊരു കരുത്ത് നമുക്ക് പകരുന്നതാണ്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം എപ്പോഴും ഇസ്രായേലിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലെ, നിന്റെ ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും നീ മറക്കരുത്. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പാപമായിരുന്നു ദൈവം അവർക്ക് വേണ്ടി ചെയ്തതെല്ലാം അവർ മറന്നു. ദൈവം അവർക്ക് വേണ്ടി ഇസ്രായേലിലെ അടിമത്തിൽ നിന്ന് അവരെ വിടുവിച്ചത് അവർ മറന്നു. ചെങ്കടലെ അവരെ കടത്തിയത് അവർ മറന്നുപോയി. മരുഭൂമിയിൽ അവരെ അത്ഭുതകരമായി നടത്തിയത്, അവർക്ക് മന്ന കൊടുത്തത്, അവരുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ ദൈവം നൽകിയത് അവർ മറന്നുപോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ മറവി അവരെ ദൈവത്തിൽ നിന്ന് അകറ്റാനിടയായി. ദൈവത്തെ അവർ മറന്നുപോയി. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു. ഇന്ന് വചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ആത്മജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം ഇരുന്ന് നിങ്ങൾ ഒന്ന് പുറകോട്ട് തിരിഞ്ഞൊന്ന് നോക്കിക്കേ, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. 2023 നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. ചില ദിവസങ്ങൾ മാത്രം മുമ്പിൽ നിൽക്കുമ്പോ തിരിഞ്ഞൊന്ന് നോക്കിക്കേ, ഈ ഒരാണ്ടിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ദൈവം എത്ര അത്ഭുതകരമായി നടത്തി, എത്ര അതിശയകരമായി നടത്തി. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകൾ നൽകി. ഒരു കാരണവശാലും അത് മറക്കരുത്. വിളിച്ച് വേർതിരിച്ച നാളെ മുതൽ ഇന്ന് വരെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കാത്തവർ, അനുഗ്രഹിക്കപ്പെട്ടവര്. അതൊന്ന് ഓർക്കുമ്പോൾ തന്നെ നാം വല്ലാതെ ശക്തിപ്പെടുകയാണ്. നമ്മുടെ ക്ഷീണം മാറുകയാണ്. അയ്യോ, എന്റെ കർത്താവിനെ എത്ര അതിശയകരമായിട്ടാണ്, എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയതെന്ന ചിന്ത നമ്മുടെ അകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പിന്നിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുക എന്നുള്ളതല്ല, അത് മറക്കാൻ പാടില്ല എന്നാദ്യമേ ഞാൻ പറഞ്ഞു വെക്കുകയാണ്. എന്താണ് പിൻപിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ? ഉപകാരങ്ങളല്ല. ഉപകാരങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കണം. അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും പകരും.
എന്താണ് മറക്കേണ്ടത്? നമുക്കറിയാം, ചില ചിന്തകൾ, ചില ഓർമ്മകൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയിപ്പോകും. ഒരു വലിയ ആത്മീയ സന്തോഷത്തിലൊക്കെയാണ് പ്രാർത്ഥനയ്ക്ക് വന്നു, ആരാധനയ്ക്ക് വന്നു, ദൈവവചനമൊക്കെ കേട്ടു, സന്തോഷത്തോടെയൊക്കെ ആയിരുന്നത്. പെട്ടെന്ന് അല്ലെ ഒരു ചിന്ത വന്നു, കഴിഞ്ഞ കാല ജീവിതത്തിലെ ഒരു വിഷമകരമായ സാഹചര്യം, ആ ചിന്ത വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഡൗൺ ആയി, പെട്ടെന്ന് മനസ്സിലുള്ള സന്തോഷം പോയി. ചില കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോ, ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ നമ്മൾ ക്ഷീണിച്ചു പോകാറുണ്ട്, നമ്മൾ തളർന്നു പോകാറുണ്ട്, നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടുന്ന പോലെ തോന്നാറുണ്ട്, നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോകുന്നത് പോലെ, നമുക്ക് തളർച്ച വരുന്നത് പോലെ, മുന്നോട്ട് പോകാനുള്ള കരുത്ത് നഷ്ടപ്പെടുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഭൂതകാലത്തിലെ നമ്മെ വേട്ടയാടുന്ന ചില ഓർമ്മകൾ, മുന്നോട്ടുള്ള നമ്മുടെ ഗമനത്തെ തടസ്സം ചെയ്യുന്ന ചില ഓർമ്മകൾ. പ്രിയപ്പെട്ടവരെ, ഈ ഓർമ്മകളെയാണ് നാം മറക്കേണ്ടത്. ഇതിനെയാണ് നാം പരിഹരിക്കേണ്ടത്. നമ്മുടെ യാത്രയെ തടസ്സം ചെയ്യുന്ന, മുന്നോട്ട് കുതിക്കുവാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ പുറകോട്ട് വലിക്കുന്ന തരത്തില് ഹൃദയത്തെ കീറി മുറിക്കുന്ന ചില ഓർമ്മകള്, നമ്മളെ നിരാശപ്പെടുത്തുന്ന ചില ഓർമ്മകള്, ചില ചിന്തകള്, അതിനെയാണ് നാം ജയിക്കേണ്ടത്. എന്താണ് ആ ചിന്തകൾ എന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. പൗലോസിനോട് തന്നെ ചോദിക്കാം. പൗലോസ് അല്ലേ പറഞ്ഞത്, ഞാൻ പിൻപിലുള്ളത് മറന്നു മുൻപിലേക്ക് ഓടുന്നു എന്ന് പറയുന്നു. എന്തായിരിക്കാം പൗലോസിന്റെ ജീവിതം? ഞാൻ ഈ വചനം ധ്യാനിച്ച് ഇതിനെക്കുറിച്ച് അല്പമായി പഠിക്കുവാനും ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാനും ഇടയായി. അങ്ങനെ എന്റെ ധ്യാനത്തിലും പ്രാർത്ഥനയിലും എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ അസാധാരണമായി ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെട്ട ദൈവമനുഷ്യനാണ്. പക്ഷെ അദ്ദേഹം നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. നമ്മെപ്പോലെ ഇച്ഛയും വികാരങ്ങളും ഒക്കെയുള്ള മനുഷ്യനായിരുന്നു. വേദനകൾ, പ്രതിസന്ധികൾ ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു. ആ പൗലോസിന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമായി നിൽക്കുന്ന ചിലത് നിശ്ചയമായും മറക്കണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം, എന്തായിരുന്നു എന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്കേറ്റ മുറിവുകളാണ് ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ ഏൽപ്പിച്ച മുറിവുകളായിരിക്കാം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ച വലിയ മുറിവുകൾ ആ മുറിവുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കാം നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകുന്നത്, നമ്മൾ തളർന്നു പോകുന്നത്, നമ്മുടെ എല്ലാ ധൈര്യവും ചോർന്നു പോകുന്നത് പോലെ നാം തകർന്നു പോകുവാൻ ഇടയാകുന്നത് അത്തരം മുറിവുകൾ. പൗലോസിനോട് ചോദിക്കാം, എന്താണ് താങ്കളുടെ ജീവിതത്തിൽ ദൈവമനുഷ്യനെ, ദൈവദാസനെ, എന്താണ് താങ്കൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾ? നമുക്ക് ചോദിക്കാം. ഞാൻ അതിനെ കണ്ടെത്തിയ ഒന്നാമത്തെ കാര്യം, അപ്പോസ്തലനായ പൗലോസിന്റെ അപ്പോസ്തലികമായ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലന്റെ അറിവുകളെ, അപ്പോസ്തലിക അധികാരത്തെ, നിയമനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. താൻ ഈ ഭൂമിയിൽ തന്റെ ശുശ്രൂഷ കാലത്താണ് 12 പേരെ തിരഞ്ഞെടുത്തത്. പക്ഷേ പൗലോസ്ലീഹ തന്റെ ജീവകാലത്ത് കർത്താവ് അങ്ങനെ 12 പേരെ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലുള്ള ആളല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. പൗലോസിനെ ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ്. നമ്മളതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചതാണ്. സ്തോത്രം. തന്നെ ദമസ്കോസിൽ വെച്ച് കർത്താവ് വിളിച്ചതാണ്. തന്നെ പിടിച്ചു എന്ന് പൗലോസ് പറയുന്ന ആ ദിവ്യ വെളിപ്പാട് നൽകി, സ്വർഗീയ ദർശനം നൽകി പൗലോസിനെ കർത്താവ് തെരഞ്ഞെടുത്തു. ഇത് പൗലോസിന്റെ എക്സ്പീരിയൻസ് ആണ്, അവിടുത്തെ അനുഭവമാണ്, അവന്റെ സാക്ഷ്യമാണ്. പൗലോസ് പറയുകയാണ്, എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്നു, കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷെ പുറമെ നിന്ന് നോക്കുമ്പോ യേശു കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തെരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലല്ല പൗലോസ്. അപ്പോ ചില ആളുകൾ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യാൻ ഇടയായി. നമുക്കറിയാം, നമ്മുടെ വിളിയെയും നമ്മുടെ തിരഞ്ഞെടുപ്പിനെയും ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ അത് നമ്മുടെ ഹൃദയത്തെ എത്രമാത്രം തകർക്കും, എത്രമാത്രം ഉടച്ചു കളയുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചേ. ആളുകൾ അങ്ങനെയൊക്കെ പറയുന്നവരാ. നമ്മുടെ വിളിയെക്കുറിച്ച് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല. നമ്മുടെ നിയമനത്തെക്കുറിച്ച് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആൾക്കാർക്ക് അറിയാതെ പലതും വിമർശിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അത്തരം വിമർശനങ്ങളെ നാം പുറത്തേക്ക് കളയേണ്ടത് ആവശ്യമാണ്. അത് നാം ഒരു ഉറപ്പ് പ്രാപിച്ചിരിക്കണം. ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം എന്നെ വേലക്കാക്കി വെച്ചിരിക്കുന്നു. കർത്താവിന്റെ ദാസന്മാര് ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിളിയെയും നിങ്ങളുടെ ശുശ്രൂഷയും ഒക്കെ ചോദ്യം ചെയ്യുന്നവര് ഉണ്ടായിരിക്കാം. പുറത്തുള്ളവരാണെങ്കിൽ
സാരമില്ലെന്ന് വെക്കാം. പുറത്തുള്ളവര് അങ്ങനെ പലതും പറയും. പക്ഷേ അകത്തുനിന്ന് തന്നെ അത്തരത്തിലുള്ള വെല്ലുവിളികൾ വന്നാൽ അത് നിങ്ങളുടെ ഹൃദയത്തെ വല്ലാതെ അല്ലെ ഗുണപ്പെടുത്താം, അത് നിങ്ങളെ വേദനിപ്പിക്കാം, മുറിപ്പിക്കാം, അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സം ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയാം, ആരൊക്കെ നിങ്ങളുടെ വിളിയെയും നിങ്ങളുടെ നിയമനത്തെയും നിങ്ങളുടെ ശുശ്രൂഷയും വെല്ലുവിളിച്ചാലോ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. പൗലോസ് തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുകയും നാം ഉറപ്പാക്കിയാൽ നമുക്കതിനകത്ത് ഉറപ്പുണ്ടെങ്കിൽ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് അകത്തു പ്രാപിച്ചവരാണെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ പരിഗണനയ്ക്ക് വരാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേദന വരും. പൗലോസിനും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ നാം മനസ്സിലാക്കുന്നു, പൗലോസ് അതിനെ അതിജീവിച്ചു, പൗലോസ് അതിനെ തള്ളിക്കളഞ്ഞു. കാരണം ദർശനത്തിന്റെ ഉറപ്പ് ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിലും ആരൊക്കെ അതിന് അനുകൂലമായി പറഞ്ഞില്ലെങ്കിലും പൗലോസിനറിയാം കർത്താവിനെ വിളിച്ചതാണ്. ദമസ്കോസിലെ ദർശനം അത്രമാത്രം ശ്രേഷ്ഠമാണ്. പക്ഷേ പൗലോസിന് അതിനെക്കുറിച്ച് വേദന ഉണ്ടായിരിക്കുമെന്ന് ഞാൻ നിശ്ചയമായും പറയുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന ചില വാക്യങ്ങൾ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. തന്റെ അപ്പോസ്തലിക അധികാരത്തെ ഉറപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. കണ്ടോ, അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ 2 കൊരിന്ത്യർ 12:11, ഞാൻ മൂഢനായിപ്പോയി, നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു, ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. പൗലോസ് പറയാണ് അല്ലെ, ഞാൻ ഏതുമില്ലാത്തവനാണെങ്കിലും ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ അപ്പോസ്തലന്റെ ലക്ഷണം തന്നിലൂടെ വെളിപ്പെട്ട കാര്യവും താൻ എടുത്തു പറയുകയാണ്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. പൗലോസ് ചോദിക്കുക, ഇനി ആർക്കാണ് സംശയം? ഇനി ആരാണ് എന്റെ അപ്പോസ്തലികത്വത്തെ ചോദ്യം ചെയ്യുന്നത്? ആർക്കാണ് ഇനി അറിയേണ്ടത്? എന്നെ കർത്താവ്. പക്ഷേ പൗലോസ് പറയും, നിങ്ങൾ ആരൊക്കെ പറഞ്ഞാലും എന്റെ അകത്തുറപ്പുണ്ട്, കർത്താവിനെ വിളിച്ചിരിക്കുന്നു. ദമസ്കോസിൽ എനിക്ക് വെളിപ്പെട്ടു വന്ന കർത്താവിന്റെ ആ ദിവ്യ ദർശനത്തെ തടയാൻ ആർക്കും കഴിയില്ല, ആർക്കും വെല്ലുവിളിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം കേൾക്കുന്ന ദൈവദാസന്മാരോട്, ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, ആരൊക്കെ നിങ്ങളുടെ വിളിയെയോ നിങ്ങൾക്ക് ലഭിച്ച ദർശനത്തെയോ നിങ്ങൾക്ക് ലഭിച്ച ദൈവികമായ കാഴ്ചപ്പാടിനെയോ വെല്ലുവിളിച്ചാലും അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയണം, യെസ്, എന്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നു എന്ന ഉറപ്പ് എനിക്കുണ്ട്. ആരംഗീകരിച്ചില്ലെങ്കിലും ആര് സമ്മതിച്ചില്ലെങ്കിലും ഒരാളുടെയും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. കാരണം കർത്താവിനെ വിളിച്ചിരിക്കുന്നു, കർത്താവിനെ വിളിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വെറും വാക്കുകൊണ്ട് പറയുകയല്ല, ഇത് നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ദൈവമുമ്പാകെ നിങ്ങൾക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ധൈര്യത്തോടെ ഈ കൃപയിൽ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും നിങ്ങളുടെ ശുശ്രൂഷയും വെല്ലുവിളിക്കുന്നവരുടെ വെല്ലുവിളികള്, അതിന്റെ ഓർമ്മകൾ ക്രൂരമായ അമ്പ് പോലെ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, കീറി മുറിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മ നിയോഗത്തോട് ഞാൻ വിളിച്ചു പറയുകയാണ്, അതിന്റെ ഓർമ്മകളെ കള എന്നെങ്ങനെ നിങ്ങൾക്ക് ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ആരുമല്ല നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്, ഒരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമല്ല, ഒരു മനുഷ്യനുമല്ല. കർത്താവാണ് നിങ്ങളെ വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവനാണെങ്കിൽ, നിങ്ങളെ നിയമിച്ചിരിക്കുന്നത് കർത്താവാണെങ്കിൽ, നിങ്ങളെ നിയോഗിച്ചിരിക്കുന്ന കർത്താവാണെങ്കിൽ, ആ ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വിരോധമായി വരുന്ന സകല വെല്ലുവിളികളെയും സകല അപവാദങ്ങളെയും നിങ്ങൾ പുറകിൽ കളയണം, അതിനെ മറന്നു കളയണം. എങ്കിലേ നിങ്ങൾക്ക് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ കഴിയുള്ളൂ. പൗലോസ് പറയുകയാണ്, എന്റെ അപ്പോസ്തലിക അധികാരത്തിനെതിരെയുള്ള വെല്ലുവിളി അതെന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. പക്ഷേ ഞാനതൊക്കെ മറക്കുക. അങ്ങനെ വെല്ലുവിളിക്കുന്നത് ഓർത്ത്, ആളുകൾ എന്നെ കുറ്റം പറയുന്നത് ഓർത്ത് ജീവിച്ചാൽ എനിക്ക് കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് വരാൻ കഴിയുകയില്ല. പൗലോസ് പറയാണ്, ഞാനത് മറക്കുന്നു, പിന്നിലുള്ളത് ഞാൻ മറക്കുകയാണ്. ചോദിക്കാം പൗലോസിനോട് രണ്ടാമത്തെ കാര്യം, പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റുള്ളവരെ ഏൽപ്പിച്ച ചില മുറിവുകളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിപ്പാൻ ഞാൻ ഭാവിക്കുന്നു. നോക്കണേ, ഒരു വലിയ പരാതി അവിടെ വരിക. പൗലോസ് അപ്പോസ്തലൻ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തെ അതെത്രമാത്രം വേദനിപ്പിച്ചു കാണും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്. പൗലോസ് ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല. പ്രിയപ്പെട്ടവരെ,
ആത്മീകമായി ജഡത്തെ ക്രൂശിച്ച് ജഡികമായി തനിക്ക് അഭിമാനിക്കാനുണ്ടായിരുന്ന എല്ലാത്തെയും ചപ്പൊന്നും ചവറൊന്നും വേണ്ടി ക്രിസ്തുവിന്റെ പരിജ്ഞാനം നിമിത്തം, ആ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം സകലവും ഉപേക്ഷിച്ച് ചവറം വേണ്ടി കർത്താവിന്റെ പുറകെ ഓടുന്ന ഒരു അഭിഷിക്തനെ നോക്കി പറയുകയാണ്, ജഡത്തെ അനുസരിച്ച് നടക്കുന്നവനാണെന്ന് പറയുന്ന കുറെ ആളുകൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ, നിങ്ങളുടെ ദൈവത്തോടുള്ള സമർപ്പണത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ടാകാം. ക്രൈസ്തലോ ക്രൈസ്തലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചനത്തിന്റെ കേൾവി 2023 ഡിസംബർ മാസം അവസാന ദിവസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസം അവസാനിക്കുകയാണ്, ഈ വർഷം അവസാനിക്കുകയാണ്. ഈ വചന കേൾവി മൂലം നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് നിങ്ങളുടെ സമർപ്പണത്തെ ചോദ്യം ചെയ്യുന്നവർ, സമർപ്പണത്തെ വെല്ലുവിളിക്കുന്നവർ, ദൈവമുമ്പാകെയുള്ള നിങ്ങളുടെ പ്രാഗൽഭ്യത്തെ വെല്ലുവിളിക്കുന്നവർ, സ്തോത്രം, നിങ്ങളുടെ ആത്മീയ നിലവാരത്തെ അളക്കുന്നവർ, അല്ലെ, ജനപ്രകാരം ജീവിക്കുന്നവരാണെന്ന് പറയുന്നവർ ഒന്നും കണ്ടിട്ടില്ല. പൗലോസിന്റെ കാലത്ത് തങ്ങളോട് തെളിവുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ പറയുക, അല്ലെ. ഇന്നത്തെ കാലത്ത് തെളിവ് വേണമെന്നില്ല, വെറുതെ പറയുക. 10 പേര് അവിടെയും ഇവിടെയും ഇരുന്ന് വിളിച്ചു പറയുന്നത് പോലെ അപവാദ കഥകൾ പറയുക. ജഡമനുസരിച്ച് ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ മുമ്പിൽ പൗലോസ് പറയില്ല, ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നവരല്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ജഡത്തെ ക്രൂശിച്ചവരാണ്. പൗലോസ് പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. അല്ലേ, അവൻ തന്നെ തന്നെ ക്രൂശിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുക, ജഡത്തിൽ ജീവിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയും കേട്ടോ. ആത്മജീവിതത്തെ, വിശുദ്ധിയുടെ മണ്ഡലത്തെ, സമർപ്പണത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ടാകും. അതിന് നടുവിൽ ഭാരപ്പെട്ട് ക്ഷീണിച്ചു പോകരുത്. പൗലോസിനെ പോലെ പ്രാഗൽഭ്യം നമുക്കുണ്ടായിരിക്കണം. നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരല്ല, ജഡത്തെ ക്രൂശിച്ചവരാണ്. നാം ക്രൂശിൽ നമ്മുടെ ജഡത്തെ സമർപ്പിച്ചവരാണ്. ക്രൂശിലാണ് നമ്മുടെ പ്രശംസ എന്ന് പറയുവാൻ നമുക്കിടയാകട്ടെ. അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തറന്നു പോകരുത്, അതിനുമേൽ അത് വീണു പോകരുത്. പകരം അതിനെ മറക്കുവാൻ, പിന്നിലുള്ളത് മറക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഈ വചന കേൾവി മുഖാന്തരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പൗലോസിനോട് ചോദിക്കാം, ഇനി എന്താ മൂന്നാമത്തെ കാര്യം? പൗലോസ് പറയുന്ന അടുത്ത കാര്യം ഉണ്ട്. നമുക്ക് വായിക്കാൻ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നുവെന്ന് തോന്നരുത്. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ തന്നെ, ശരീരസന്നദ്ധിയോ ബലഹീനവും വാക്ക് നിന്ദ്യവുമത്രേ എന്ന് ചിലർ പറയുന്നുവല്ലോ. നോക്കണേ, ചിലർ പറയുന്ന കാര്യം പൗലോസ് ഓർമ്മിപ്പിക്കുക. എന്താണ് പറയുന്നത്? ലേഖനങ്ങളെ കൊണ്ട് അവൻ നമ്മെ പേടിപ്പിക്കുന്നു. പക്ഷേ അവന്റെ ലേഖനം കനവും ഊറ്റവും ഉള്ളത്, പക്ഷേ ശരീരസന്നിധിയോ ബലഹീനമാണ്, വാക്ക് നിന്ദ്യമാണ്. അവിടെ പറയുന്നൊരു വലിയ പരാതി നോക്കണേ. പൗലോസിന്റെ ലേഖനങ്ങളെ കുറിച്ച് കുറ്റമാരും പറയുന്നില്ല. അത് വളരെ ഘനമുള്ളതാണ്, ഊറ്റമുള്ളതാണ്. പക്ഷേ 2 കാര്യത്തെക്കുറിച്ച് ആളുകൾ പരാതി പറയുകയാൽ പരിഹസിക്കുന്ന ചിലർ. ഒന്ന്, ശരീരത്തെക്കുറിച്ച് പറയുന്നു, ശരീരസന്നിധി ബലഹീനം. 2, അവന്റെ വാക്ക് നിന്ദ്യമാണെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ വാക്കുകൾ പ്രഭാഷണ ശൈലിയെക്കുറിച്ച, ഒഴുക്കില്ലായ്മയെക്കുറിച്ച, പ്രസംഗ പാഠവത്തെക്കുറിച്ച അവിടെ പരാമർശിക്കുന്നത്. ഞാൻ ഒരു നിമിഷം നിങ്ങളോട് പറയാം. നോക്കണേ, പരാതികൾ കേട്ടോ, ആളുകൾ പരിഹസിക്കുന്നത് കേട്ടോ, കുറ്റം പറയുന്നത് കേട്ടോ, ശരീരസന്നിധിയെക്കുറിച്ച്, ശാരീരിക അവസ്ഥയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോസ്തലനായ പൗലോസിന്റെ ശാരീരികമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന സൂചനയിൽ, വേദപുസ്തകത്തിന് പുറത്ത്, അല്ലെ, അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ ചെറുത്, പ്രത്യേകിച്ച് പൗലോസിന്റെ നടപടികൾ എന്ന ഒരു അപ്പോക്രിഫ ലേഖനം, ഈ ലേഖനങ്ങളൊക്കെ പരിശോധിച്ചാൽ, ഈ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് ഇതിൽ നമുക്ക് ലഭിക്കുന്ന അറിവനുസരിച്ച് പൗലോസിന്റെ ശാരീരികമായിട്ടുള്ള സാഹചര്യം അത്ര മെച്ചമായ ശ്രേഷ്ഠമായ ഒരു അവസ്ഥയായിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെ, വേദപുസ്തകത്തിൽ നന്മയുള്ള സൂചനകൾ ഞാൻ നിങ്ങളോട് പറയട്ടെ. പൗലോസ് തന്നെ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പൗലോസിന് ജഡത്തിലൊരു ശൂലമുള്ളതായിട്ട് നാം വായിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. തന്റെ ജഡത്തിൽ എന്തോ ഒരു വലിയ കഷ്ടത, ഒരു ശൂലം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. ആ ശൂലത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അനേക അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ശരീരത്തിലുണ്ടായിരിക്കുന്ന ഒരു ഉണങ്ങാത്ത വലിയ മുറിവാണ് എന്ന് പറയുന്ന
ചില ആളുകളുണ്ട്. എന്തായിരുന്നാലും തന്റെ ശരീരത്തിൽ ഒരു വലിയ ബലഹീനത ഉണ്ടായിരുന്നു. ശരീരം വളരെ ബലഹീനമായ ഒരു സാഹചര്യത്തിലായിരുന്നു എന്ന്, അത്ര ഗംഭീരമായ ഒരു ശരീരപ്രകൃതി ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. പ്രിയപ്പെട്ടവരെ, നോക്കണേ, വലിയ കുറ്റമായി പറയുക ആളുകൾ, എല്ലാവരുമല്ല, ചിലർ പറയുക, നോക്കണേ, അവന്റെ ശരീരപ്രകൃതി. ഇന്നും അങ്ങനെയല്ലേ? വേറെ ഒന്നിനും കുറ്റം കണ്ടുപിടിക്കാനില്ലെങ്കിലും ആളിന്റെ രൂപത്തെയും പൊക്കത്തെയും കളറിനെയും കാര്യങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുന്നവർ ഇന്നുമില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ആ വാക്കുകളൊക്കെ കേട്ട് അതിനെയൊക്കെ അതിജീവിച്ചു. കാരണം ശരീരത്തെ ക്രൂശിച്ച ആ മനുഷ്യൻ ഇനി എന്ത് പറഞ്ഞാൽ എന്താ? പക്ഷേ പലപ്പോഴും നമ്മളും നമ്മുടെ ശരീരത്തെ ക്രൂശിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളും ക്ഷീണിച്ചു പോകാറുണ്ട്. അനേകരും ആത്മജീവിതത്തിൽ തകരുന്നത്, അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഇത്തരം ഒരു പരാമർശം കേൾക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, നമ്മുടെ അവസ്ഥകളെ കുറിച്ച് ഒക്കെ കുറ്റം പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ക്ഷീണിച്ചു പോവുക. ഞാൻ ഇന്ന് വചനത്തിലൂടെ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ പരിഗണിച്ച് ഇതെല്ലാം മുഖവിലക്കെടുത്ത് ജീവിതം കുഴപ്പത്തിലാക്കരുത്. നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. പൗലോസിനോട് ചേർന്ന് അതെല്ലാം മറക്കാനിടയാകണം. നോക്കണേ, ശരീരത്തിലെ ശൂലം. ഈ ശരീരത്തിലെ ശൂലത്തെ കുറിച്ച് പൗലോസ് തന്നെ മറ്റു ചില ഭാഗങ്ങളിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൂടെ ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ശരീരത്തിലെ ബലഹീന നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ ഉറപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്ര ചെയ്തത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു വാക്യം. മറ്റൊന്നുമല്ല, ഒരു വശത്ത് പൗലോസിന്റെ ശാരീരിക ബലഹീനതയിൽ കളിയാക്കുവാനും അല്ലെങ്കിൽ അതിൽ കുറ്റം കണ്ടുപിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, മറുവശത്തെ ഗലാത്യയിലെ സഭ, അവിടെ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: ശരീരത്തിലെ ആ ബലഹീനത നിമിത്തം ശരീര സംബന്ധമായിട്ട് അവർക്ക് പരീക്ഷ നേരിട്ടപ്പോൾ അവർ നിന്നയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ കൈക്കൊണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരു വശത്ത് നിന്ദിക്കാൻ ആളുള്ളപ്പോൾ മറുവശത്ത് താങ്ങുവാനും കരുതുവാനും ഈ ദൈവം ആളുകളെ ഒരുക്കുമെന്ന ഒരു വലിയ സത്യം കൂടെ നിങ്ങളോട് പറയുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നിന്ദിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും വാക്കുകൾ നിങ്ങൾ കേൾക്കണ്ട. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കരുതുവാനും നിർത്തുവാനും ആളുകളെ ദൈവം ഒരുക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം, എനിക്ക് എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടപ്പോൾ നിങ്ങൾ നിന്നയോ ഉറപ്പോ കാണിക്കാതെ എന്ന് വെച്ചാൽ ആ വാക്കിന്റെ അർത്ഥം നമ്മളൊന്ന് പഠിക്കുമ്പോൾ വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത്രമാത്രം നിന്നയോ ഉറപ്പോ കാണിക്കത്തക്ക നിലയിൽ സാഹചര്യമുണ്ടാകുന്ന വലിയൊരു പരീക്ഷയാണ് തന്റെ ശരീരത്തിലുണ്ടാകുന്നത്. അതിനെ സംബന്ധിച്ച് അനേക വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ വ്യാഖ്യാനത്തിലേക്കെല്ലാം പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം: വളരെ ശാരീരികമായ ബലഹീനത ഉണ്ടായിരുന്ന, വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. അതിനെ കളിയാക്കിയവരുണ്ട്, അതിനെ അപമാനിച്ചവരുണ്ട്, അത് നിമിത്തം തന്നെ പരിഹസിച്ചവരുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, ആ പരിഹാസങ്ങളൊക്കെ ഞാൻ മറക്കുക. മറുവശത്ത് ആ പ്രതിസന്ധിയുടെ നടുവിലും ആ പ്രശ്നത്തിന് നടുവിലും ആ ബലഹീനതയുടെ നടുവിലും അവരെ താങ്ങിയ ഗലാത്യയിലെ വിശ്വാസികളെ കുറിച്ചും പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവദാസന്മാർക്ക് പ്രിയപ്പെട്ടവർക്ക് ശാരീരികമായ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ, പ്രതികൂലമുണ്ടായാൽ തള്ളിക്കളയുന്ന, പരിഹസിക്കുന്നവരുണ്ട്, കുറ്റം പറയുന്നവരുണ്ട്. പക്ഷേ താങ്ങി നിർത്തുന്ന ആത്മമനസ്സുള്ള ചിലരുമുണ്ട്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ, ആ ആത്മമനസ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. മുഖസൗന്ദര്യം നോക്കി ആളുകളൊക്കെ ഇന്ന് ആളുകളെ അംഗീകരിക്കുന്നത്, അവസരങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഇത്തരം പുറമേ ഉള്ള കാഴ്ചകൾക്കനുസരിച്ചാണ്. ആളുകൾ മുഖവും പൊക്കവും രൂപവും ഒക്കെ നോക്കിയാണ് കാര്യങ്ങളൊക്കെ അംഗീകരിക്കുന്നത്. പക്ഷേ ഗലാത്യയിലെ വിശ്വാസികളെ ഞാൻ അഭിനന്ദിക്കുന്നത്, അവരെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നത്, ഈ ദൈവദാസന്റെ ജീവിതത്തിൽ ശാരീരികമായ പരീക്ഷ ഉണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ തള്ളിക്കളയാതെ ചേർത്ത് നിർത്തിയ ആ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ദൈവദാസന്മാരെ, ദൈവമക്കളെ ചേർത്ത് നിർത്തുന്നവരാകട്ടെ. അവരുടെ ബലഹീനതകളിൽ, അവരുടെ കഷ്ടങ്ങളിൽ, അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിർത്തുന്ന ഒരാത്മ മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. അതുണ്ടായാൽ നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. കർത്താവ് ആമേൻ, ആമേൻ. അങ്ങനെയുള്ള കൃപ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നോക്കണേ, പൗലോസിന്റെ ശരീരത്തിലുള്ള ബലഹീനത, ആ ബലഹീനതയെ പരിഹസിക്കുന്നവർ. എന്നാൽ ആ പരിഹാസങ്ങളൊക്കെ പൗലോസ് മറക്കുക. രണ്ടാമതെന്താ അവിടെ പറഞ്ഞത് പ്രശ്നമായിട്ട്? പൗലോസിന്റെ വാക്കുകളെ കുറിച്ചാണ്. പൗലോസിന് തന്റെ വാക്കുകൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അവന്റെ വാക്കുകൾ നേരം, ആ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം മനസ്സിലാക്കുന്നിടത്തോളം പൗലോസിന് ഒഴുക്കോടെ സംസാരിക്കുവാനുള്ള, അല്ലെങ്കിൽ പ്രഭാഷണ ചാതുര്യത്തോടെ സംസാരിക്കുവാനുള്ള ഒരു വഴക്കം ഇല്ലാതിരുന്ന ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്.
2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, ഞാൻ വാക് സാമർത്ഥ്യം ഇല്ലാത്തവനെങ്കിലും പരിജ്ഞാനം ഇല്ലാത്തവനല്ല. കണ്ടോ, പൗലോസിന് തന്നെ അറിയാം തനിക്കൊരു വാക് സാമർത്ഥ്യമില്ല. മികച്ച എഴുത്തുകാരനാണ്, അനുഗ്രഹിക്കപ്പെട്ട ദൈവമനുഷ്യനാണ്, ജ്ഞാനിയാണ്. പക്ഷെ കാര്യങ്ങൾ ഒഴുക്കോടെ അവതരിപ്പിക്കുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ടാകും. പ്രസംഗ പാഠം നമുക്ക് തന്നെ അറിയാം, എല്ലാവർക്കും ഈ പ്രസംഗ പാഠമില്ല. അല്ലെ, ഒഴുക്കോടെ സംസാരിക്കാൻ അറിയാവുന്നുണ്ട്, അല്ലെ, അനർഗളനർഗളമായി വാക്കുകൾ ഇങ്ങനെ ഒഴുകുന്നവരുണ്ട്. കേട്ടിരുന്നു പോകും ആളുകൾ. അത്തരക്കാരെ കേൾക്കുമ്പോൾ കൈയടിക്കും. അവരുടെ വാക്കുകൾ കേൾക്കാൻ ആളുകൾ കൂടുകയാണ്. പ്രസംഗ വേദികൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്, അല്ലെ, ആളുകൾ ഇങ്ങനെ അവരുടെ പുറകെ പോവുകയാണ്. പക്ഷെ പൗലോസ് പറയാ, ഞാൻ വാക് സാമർത്ഥ്യം ഇല്ലാത്തവനാണ്. പക്ഷെ ഒരു തോത് ഞാൻ നിങ്ങളോട് പറയാം, പൗലോസിന്റെ വാക്കുകൾ വലിയ വാക് സാമർത്ഥ്യം ഇല്ലാത്തവനാണെങ്കിലും ആ ദൈവമനുഷ്യനിലൂടെ പുറപ്പെട്ട വചനം അനേകായിരങ്ങളെ ക്രിസ്തുവിനോട് അടുപ്പിച്ചിട്ടുണ്ട്. ആ മനുഷ്യനിലൂടെ പുറപ്പെട്ടു വന്ന ദൈവത്തിന്റെ ആലോചനകൾ അനേക ആയിരങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ ഇടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ദൂതായി പറയട്ടെ, വാക് സാമർത്ഥ്യത്തിലല്ല കാര്യമിരിക്കുന്നത്, വാക്കുകൾ ഇങ്ങനെ ഒഴുക്കോടെ സംസാരിക്കുന്നത് കൊണ്ട്, പ്രഭാഷണ ചാതുര്യം കൊണ്ടുമല്ല ആത്മാക്കൾ നേടുന്നത്. അതല്ലേ അതിനകത്ത് വിഷയം. പക്ഷേ അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയോ വാക്കുകളുടെ ഭംഗിയോ അതിനകത്ത് പദങ്ങളുടെ ശ്രദ്ധതയോ അത് ഒഴുക്കോടെ പറയാനുള്ള കഴിവോ അല്ല ആത്മാക്കളെ രക്ഷിക്കുന്നത്. പകരം അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയാണ്. ജനങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നത്. ആളുകൾ ഇങ്ങനെ പ്രഭാഷണ ചാതുര്യമുള്ളതിന് പുറകെ പോവുക, വാക്കുകൾ നന്നായി പറയാൻ കഴിവുള്ളിടത്താണ് ആൾക്കാർക്ക് പുറമെ അല്പം ഭംഗിയായിരിക്കണം, കാഴ്ചയിൽ ഇതെന്നാ പ്രശ്നം, കാഴ്ചയിൽ നന്നായിരിക്കണം, നല്ല മിടുക്കരായിരിക്കണം, കാഴ്ചയിൽ നല്ല സുമുഖരായിരിക്കണം, ഭാഷ നല്ല ഒഴുക്കുള്ളതായിരിക്കണം, പക്ഷേ പൗലോസ് പറയുക, വാക് സാമർത്ഥ്യമില്ലാത്തവനാ. ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയ, പക്ഷെ നിങ്ങൾ അറിയണം, വാക്കിന്റെ ഒഴുക്കിലല്ല, വാക് സാമർത്ഥ്യത്തിലല്ല, വാചകങ്ങൾ പദാനുപദമായി പറഞ്ഞുവിടുന്നതിലല്ല, അതിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയാണ് വ്യക്തികളെ വിടുവിക്കുന്നതെന്ന് ജനം തിരിച്ചറിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ന് മാത്രമല്ല, പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പൗലോസിന്റെ കാലത്ത് നമുക്കറിയാം ഈ വാക് സാമർത്ഥ്യം പൗലോസിന് അല്പം കുറവായിരുന്നു എന്ന കാര്യം നമുക്കെല്ലാം അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, അലക്സാണ്ട്രിയക്കാരനായ അപ്പൊല്ലോസ് കൊരിന്ത് സഭയിൽ തന്റെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് അപ്പോസ്തല പ്രവൃത്തി 18-ന്റെ 24 വായിക്കുന്നത്, അലക്സാണ്ട്രിയക്കാരനായി വാഗ്വൈഭവവും തിരുവെഴുത്തുകളിൽ സാമർഥ്യവുമുള്ള അപ്പൊല്ലോസ് എന്ന പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. നോക്കണേ, അപ്പൊല്ലോസ് എന്ന് പറയുന്ന ഒരു പുതിയ ശിഷ്യൻ വരികയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അലക്സാണ്ട്രിയക്കാരനാണ്. അദ്ദേഹത്തെ പറയുന്നത് എങ്ങനെയാണ്, വാഗ്വൈഭവമുള്ള ആളാണ്, തിരുവെഴുത്തുകളിൽ പ്രാവീണ്യമുള്ള സാമർഥ്യമുള്ള എന്ന് പറഞ്ഞാൽ മികച്ച പ്രസംഗകനായിരുന്നു, വാഗ്വൈഭവമുള്ളവനായിരുന്നു. അപ്പൊല്ലോസ് കർത്താവിന്റെ നാമത്തിൽ വളരെ പ്രയോജനപ്പെട്ട ആളാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കൊരിന്ത് സഭയിൽ കുറെ ആളുകൾ അപ്പൊല്ലോസിന്റെ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല പ്രസംഗം, നല്ല ഒഴുക്കോടെ പ്രസംഗിക്കുന്നു, നല്ല കാര്യം, അവിടെ അപ്പൊല്ലോസിന് ഒരു ഗ്രൂപ്പ് ഉണ്ടായെന്നാണ് നമ്മൾ വായിക്കുന്നത്. കൊരിന്ത് സഭയിൽ അപ്പൊല്ലോസിന് മാത്രമല്ല, ആ സഭയിൽ ഫിലിപ്പുണ്ടായി, പൗലോസിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടായി, പത്രോസിന്റെ പേരിൽ, കേഫാവിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടായി, അപ്പൊല്ലോസിന്റെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടായി, യേശുവിന്റെ പേരിൽ പോലും ഒരു ഗ്രൂപ്പ് ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, ആൾക്കാർക്ക് ഇങ്ങനെ വാക് സാമർത്ഥ്യത്തോടെ സംസാരിക്കുന്നവര് വളരെ അധികം അട്രാക്ട് ചെയ്ത് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പക്ഷെ പൗലോസ് എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ പറയുകയാണ്, ഞാൻ വാക് സാമർത്ഥ്യം ഇല്ലാത്തവനാണ്. പ്രിയപ്പെട്ടവരെ, വാക് സാമർത്ഥ്യം കൊണ്ടല്ല കാര്യങ്ങൾ നടക്കുന്നത്. മോശയെ ദൈവം വിളിച്ചപ്പോ മോശ പറഞ്ഞു, കർത്താവേ, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. ദൈവം അവനെ പറഞ്ഞു വിട്ടില്ല. വിക്കന്മാരെ എനിക്ക് വേണ്ടെന്ന് ദൈവം പറഞ്ഞില്ല, തടിച്ച നാവുള്ളവനെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ല. ദൈവം അവനെ ഉപയോഗിച്ചു. അവന്റെ കൂടെ അവന്റെ സഹോദരനെ ചേർത്ത് നിർത്തി. പ്രിയപ്പെട്ടവരെ, ഇരമ്യാവിനെ ദൈവം വിളിച്ചപ്പോഴും ഇരമ്യാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവമേ, ഞാൻ ബാലനായി, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ദൈവം ഇരമ്യാവിനെ വിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ല, നീ സംസാരിക്കണം, നീ ബാലനെന്ന് പറയരുത്, നിനക്ക് അറിഞ്ഞുകൂടെന്ന് പറയരുത്, ഞാൻ നിന്റെ നാവിൽ തരുന്നത് നീ സംസാരിക്കണം. നീ തിരുവെടുത്ത് കേൾക്കുന്നവരെ, സാമർഥ്യമില്ല, എനിക്ക് കഴിവില്ല, പറയാനുള്ള പ്രാഗൽഭ്യമില്ല, വാക്കുകളുടെ ഒഴുക്കില്ല, പ്രസംഗിക്കാനുള്ള കഴിവില്ല, ഇന്ന് മുതൽ കർത്താവിന്റെ നാമത്തിലൂടെ ഞാൻ എങ്ങനെ ചെയ്യും? എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് ദൂതുകൾക്കിനോട് വിളിച്ചു പറയട്ടെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ വാക്കുകളോ നിങ്ങളുടെ കഴിവുകളോ നിങ്ങളുടെ മിടുക്കുകളോ നിങ്ങളുടെ വൈഭവം അല്ല തമ്പുരാന്റെ നാമത്തിന് വേണ്ടി നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് ദൈവ കൃപയാണ്. ഇന്ന് മുതൽ സമർപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമർപ്പണമുണ്ടെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് മുതൽ ഞാൻ ദൂത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് അവൻ ആരെയും ഉപയോഗിക്കാൻ കഴിയും. അവിടത്തേക്ക് വ്യക്തികൾ പ്രസക്തമല്ല, കഴിവുകൾ പ്രസക്തമല്ല. ഇത് തിരിച്ചറിഞ്ഞിട്ട് പൗലോസ് തന്നെ പറയുകയാണ്, ഞാൻ
കൊരിന്ത്യരിടയ്ക്കിൽ പോയപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുക തന്റെ അറിവും കഴിവും എല്ലാം മാറ്റിവെച്ചു. ഇതൊന്നുമല്ല ആളുകളെ രക്ഷിക്കുന്നത്. പൗലോസ് പറയുകയാണ്, ആളുകളെ രക്ഷിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത്, രക്ഷിക്കുന്ന വചനം എന്ന് പറയുന്നത് പ്രസംഗത്തിന്റെ പോഷത്വത്താൽ രക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാണ്. മനുഷ്യന്റെ കഴിവിലല്ല ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത്, പ്രസംഗത്തിന്റെ പാഠവത്തിലല്ല, ആ വാക്ചാതുര്യത്തിലല്ല. അത് ക്രൂശിന്റെ വചനമാണ്. ആ വചനത്തിൽ തന്നെ ശക്തിയുണ്ട്. അത് പ്രവർത്തിക്കുന്നതാണ്. വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവകൃപയാണ് കാര്യം. പൗലോസ് അത് തിരിച്ചറിഞ്ഞു പറയുകയാണ്, ഞാൻ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി സുവിശേഷം അറിഞ്ഞു, ഒത്തിരി സഭകൾ സ്ഥാപിച്ചു, പക്ഷേ ഞാനല്ല ഇതെല്ലാം ചെയ്തത്, എന്നോട് കൂടെ വ്യാപരിക്കുന്ന ദൈവ കൃപയത്രേ. പ്രിയപ്പെട്ടവരെ, പൗലോസിന് വാക്ചാതുര്യമില്ലാത്തതിന്റെ പേരില് അല്ലെ വിമർശനമേറ്റു. പക്ഷേ ആ വിമർശനമേറ്റ് അതേ ചിന്തിച്ചിരുന്നെങ്കിൽ പൗലോസിന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ആളുകൾ അല്ലെ എനിക്ക് നന്നായി പ്രസംഗിക്കാൻ പ്രസംഗത്തിലെ ഒഴുക്കില്ലാത്തത് കൊണ്ട് ആളുകൾ എന്നെ കളിയാക്കുമെന്ന് ചിന്തിച്ചാൽ പൗലോസിന് പോകാൻ പറ്റില്ല. പൗലോസ് അതൊക്കെ പുറകിലെറിഞ്ഞു, മറന്നു കളഞ്ഞു. വചനം കേൾക്കുന്ന നാമം നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ കഴിവില്ലായ്മകളെ പുറകിലെറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറാൻ ശ്രമിച്ചാട്ട് ദൈവകൃപ നിങ്ങളെ മുന്നിലെത്തിക്കും. നിങ്ങളെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും. പൗലോസ് പറയുക അല്ലെ, ഈ ബലഹീനതയൊക്കെ വന്നപ്പോ നാം വായിക്കുന്നുണ്ട്, ശരീരത്തിലെ ശൂലം വന്നപ്പോ ദൈവസനിൽ അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? ഈ ബലഹീനത മാറത്തില്ല, പകരം എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയെ തികഞ്ഞു വരുന്നു. നിന്റെ കഴിവില്ലായ്മ അവിടെ ഇരിക്കട്ടെന്നേ, നിന്റെ അല്ലെ പ്രശ്നങ്ങൾ അവിടെ ഇരിക്കട്ടെ, നിന്റെ ബലഹീനത അവിടെ ഇരിക്കട്ടെ, പക്ഷെ ആ ബലഹീനതയെ തികയുന്ന ഒരു ദൈവകൃപയുണ്ട്. ആ കൃപ പ്രാപിക്കാൻ സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ കൃപ നമ്മെ മുന്നോട്ട് നയിക്കുവാനിടയായി. അപ്പോ ഞാൻ പറയുകയാണ്, പൗലോസിന്റെ ജീവിതത്തിൽ ജഡത്തിന്റെ ബലഹീനതയെ കുറിച്ച് ആളുകൾ പരാതിപ്പെട്ടു, ആളുകൾ കുറ്റം പറഞ്ഞു, തന്റെ വാക്കുകളുടെ ഒഴുക്കില്ലായ്മയെ കുറിച്ച് ആളുകൾ കുറ്റം പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ പൗലോസ് മറക്കുകയാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കാൻ പൗലോസിന് നേരമില്ല. കാരണം പൗലോസിന് മുന്നോട്ട് പോകണം. വിമർശിക്കുന്നവരെ കാലത്തും വിമർശിക്കും, പക്ഷേ അത് ഓർത്തുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മുടെ ബലഹീനതയെ നമ്മുടെ വിജയമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇനി ആമേശ്വരം അഭിമാനിച്ചാൽ, ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ ഇനി സന്തോഷിച്ചാൽ, എനിക്ക് പ്രശംസിക്കാനുള്ളത് എന്റെ ബലഹീനതയിൽ മാത്രമാണ്. കാരണം ആ ബലഹീനത എനിക്കുള്ളത് കൊണ്ടാണ് അതിനെ തികയുന്ന കവിത ദൈവകൃപ എന്റെ മേൽ വരുന്നത്. ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുകളയേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായ മുറിവുകളാൽ മറ്റുള്ളവർ നമ്മെ മുറിച്ചത്, മറ്റുള്ളവർ നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ചത്, അത് വാക്കുകൾ കൊണ്ടാകാം, പ്രവൃത്തികൾ കൊണ്ടാകാം, ഇടപാടുകൾ കൊണ്ടാകാം, ഏത് മണ്ഡലത്തിലാണെങ്കിലും അത്തരം മുറിവുകൾ വന്നത് വെച്ചോണ്ടിരിക്കരുത്. അത് നാം പരിഹരിക്കണം. ആ മുറിവുകൾ നമ്മൾ അതിന് പരിഹാരം ദൈവസന്നിധിയിൽ കണ്ടെത്തണം. ആ മുറിവുകളെ പരിഹരിച്ച് അതിനെ മറക്കണം. എങ്ങനെയാ ഈ മുറിവുകളെ മറക്കാൻ പറ്റുന്നതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം. ഇങ്ങനെ വെറുതെ മറക്കാൻ പറ്റുമോ? മറ്റുള്ളവർ കുത്തി നോവിച്ചത്, മറ്റുള്ളവർ പരിഹസിച്ചത് നമുക്ക് വെറുതെ മറക്കാൻ പറ്റുകയില്ല. അത് മറക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹത്തായ ക്രിയ നമ്മുടെ പ്രാണയിൽ നടക്കണം, നമ്മുടെ അകത്ത് നടക്കണം, നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് അത് പൂർണ്ണമായി സൗഖ്യമാക്കണം, ഹീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് മറക്കാൻ പറ്റുകയുള്ളൂ. യോസഫിന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോസഫിനെ സഹോദരന്മാരെ ഉപദ്രവിച്ചു, ഒട്ടകണത്തിലിട്ടു, ഒത്തിരി അവന്റെ ദർശനം നിമിത്തം ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചു. പക്ഷെ ഈ യോസഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അവനെ ദൈവം മിസ്രയീമിലെ മന്ത്രിയാക്കി മാറ്റി. സഹോദരന്മാരെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. സ്തോത്രം. മിസ്രയീമിൽ വെച്ച് മന്ത്രിയായിരിക്കെ അവന് ആദ്യത്തെ മകൻ ജനിച്ചു. മകന്റെ പേര് മനശ്ശെ എന്നാണ്. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. മനശ്ശെ ജനിച്ചപ്പോ യോസഫ് വളരെ സന്തോഷിച്ചു. മനശ്ശെ എന്ന പേരിടാനുള്ളൊരു കാരണം കൂടെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസഫ് അവന് മനശ്ശെ എന്ന് പേര്. നോക്കണേ, എല്ലാം മറക്കുമാറാക്കി. മനശ്ശെ എന്ന വാക്കിന്റെ അർത്ഥം മറവി എന്നാണ്. മറക്കുമാറാക്കി. ആരാ മറക്കുമാറാക്കി? ദൈവം. പ്രിയപ്പെട്ടവരെ, ദൈവം മറക്കുമാറാക്കി. എപ്പോഴാ മറക്കുമാറാക്കിയത്? മനശ്ശെ ജനിച്ചപ്പോ. എന്താ അതിനോട് ഞാൻ വ്യാഖ്യാനിക്കുന്നത്, പറയുന്നത്, ചിന്തിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, തകർക്കാൻ വേണ്ടിയാണ് ആളുകൾ പലതും പറഞ്ഞത്, മുറിവേൽപ്പിച്ചത്. നീ ഉയരുതെന്ന് പറഞ്ഞാണ് ആളുകൾ നിന്നെ വെല്ലുവിളിച്ചത്. പക്ഷെ അതിന് നടുവിൽ യോസഫിന് ഒരു മനശ്ശെ കൊടുത്തതുപോലെ രണ്ടാമതൊരു മകൻ ജനിച്ചു, എഫ്രൈം. ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ എഫ്രൈം എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, എങ്ങനെ മറക്കാൻ പറ്റുന്നത്? കഴിഞ്ഞകാല ജീവിതത്തിൽ മറ്റുള്ളവർ മുറിവേൽപ്പിച്ചത്, മറ്റുള്ളവർ നമ്മളെ തകർത്ത് എങ്ങനെ മറക്കുന്നത്? ദൈവം മറക്കുമാറാക്കും. ദൈവം മറക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ ദൈവം ചെയ്യും.
എന്താ? അവൻ നമ്മെ അനുഗ്രഹിക്കും, അവൻ നമ്മെ വർദ്ധിപ്പിക്കും, അവൻ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തും. ഞാനൊരു കാര്യം പറയട്ടെ, ആരൊക്കെ നമ്മെ തകർക്കുവാനും വെല്ലുവിളിക്കുവാനും ഒക്കെ തയ്യാറായിട്ട് ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇന്നും നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുമ്പിൽ, നിങ്ങളെ വെല്ലുവിളിച്ചവരുടെ മുമ്പിൽ നിങ്ങൾ ഇന്നും ജീവിക്കുന്നില്ലേ? ദൈവം നിങ്ങളെ നടത്തിയില്ലേ? ദൈവം നിങ്ങളെ കൊണ്ടുവന്നില്ലേ? യോസഫിനെ വർദ്ധിപ്പിച്ചതുപോലെ, നടത്തിയതുപോലെ, കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായി അത്ഭുതകരമായി നടത്തിയില്ലേ? ആരൊക്കെ വെല്ലുവിളിച്ചിട്ടും ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും നിങ്ങൾ ഇന്നും ജയത്തോടെ നിൽക്കുന്നില്ലേ? അതാണ് നിങ്ങളെ, അല്ലേ, ഈ വേദനകൾ മറക്കുവാൻ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ. ശുശ്രൂഷ തകരുമെന്ന് പറഞ്ഞു, ജീവിതം തകരുമെന്ന് പറഞ്ഞു, മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചു. അപവാദങ്ങൾ, കുറ്റങ്ങൾ, പ്രചരണങ്ങൾ എന്തെല്ലാം നടന്നു. പക്ഷേ ഇന്നും ജയത്തോടെ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ അത് ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ദൈവം നിങ്ങൾ ഇതൊക്കെ മറക്കാൻ വേണ്ടി തന്നതാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വർദ്ധിപ്പിച്ചതാണ്. ഈ ഒറ്റ കാര്യം ഓർത്തിട്ട് ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനി ഞാനത് മറക്കുകയാണ്. പല ആളുകളും ഇത്രയും ദൈവം നടത്തിയിട്ടും അനുഗ്രഹിച്ചിട്ടും ദൈവം കൂടെ ഇരുന്നിട്ടും പഴയത് മറക്കാതെ വെച്ചോണ്ടിരിക്കുന്നുണ്ട്. അവരോടാ പറയുന്നത്, ഇല്ല, ദൈവം നിങ്ങൾ ഇത്ര അനുഗ്രഹിച്ചില്ല, ദൈവം കൂടെ ഇരുന്നില്ല. ഇന്ന് ഇത് മറക്കാനിടയാകട്ടെ. യോസഫ് പറയുക, ദൈവം എന്നെ മറക്കാം. കർത്താവ് നമ്മളെ നടത്തിയില്ലേ, ഇനിയും നടത്തുമല്ലോ. അതുകൊണ്ട് നമുക്കെല്ലാം മറക്കാം. കാരണം നമുക്കിത് മറന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. പൗലോസിനറിയാം, ഞാനിത് മറന്നെങ്കിലേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറക്കാം, നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ ഇനിയും വർദ്ധിപ്പിക്കട്ടെ. നമുക്കിനി മുന്നോട്ട് പോകാനുണ്ട്, മുന്നോട്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. മറന്നെങ്കിൽ മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. മറക്കുന്ന നിമിഷം നിങ്ങളുടെ യാത്ര, അല്ലെ, നിങ്ങൾ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഇനിയും ആത്മീയമായിട്ട് ബലപ്പെടാൻ തുടങ്ങി. നിങ്ങളിത് മറന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെയും നിങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയുന്ന താഴാൻ തുടങ്ങും. ഇല്ല, നമുക്കിനി താഴണ്ട, നമുക്ക് മുന്നോട്ട് പോകണം. നമുക്കതുകൊണ്ട് മറക്കാം. കർത്താവിന്റെ നാമത്തിൽ മറക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ തരട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ വിഷയമാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായി നമ്മുടെ ഭൂതകാലത്തുണ്ടായത് നമ്മളെ ഏൽപ്പിച്ച മുറിവുകൾ. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും, അല്ലെ, ഇടപാടുകൊണ്ടും ഒക്കെ നമ്മളെ ഏൽപ്പിച്ച മുറിവുകൾ നമ്മുടെ അകത്തൊരു വലിയ ഭാരമായിരിക്കുന്നത് കൊണ്ട് ഈ മുറിവുകൾ കാരണം അതിന്റെ ഓർമ്മകൾ നമ്മിൽ വല്ലാത്ത വേദനയും വല്ലാത്ത പ്രതികാരവും വല്ലാത്ത സ്വയസഹതാവും ഒക്കെ വരുത്തി അവരെ കുറിച്ച് ഓർക്കുമ്പോൾ, ആ വ്യക്തികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒക്കെ നമുക്ക് വലിയ പ്രശ്നമാണ്. മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എന്ന് പറഞ്ഞു, അവിടെ മുമ്പിൽ ദൈവം നിങ്ങളെ നിർത്തിയത് കൊണ്ട്, ഇന്നും നിങ്ങൾ ജയത്തോടെ നിൽക്കുന്നത് കൊണ്ട് ആ ഒറ്റ കാര്യം മതി, അതെല്ലാം മറക്കുക. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറയാം. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഓർമ്മകളിൽ രണ്ടാമത്തത്, ഒന്ന് മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാണെങ്കിൽ, രണ്ടാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ അറിവുകേടുകൾ, നമുക്ക് സംഭവിച്ച അബദ്ധങ്ങൾ, തീരുമാനമെടുത്തപ്പോൾ വന്ന പ്രശ്നങ്ങൾ, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നാമായി വരുത്തി വെച്ച ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുഴപ്പം കൊണ്ടുണ്ടായ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ തീരുമാനങ്ങളിൽ വന്നുപോയ മിസ്റ്റേക്ക് കൊണ്ടുണ്ടായതുണ്ട്. അത് നമുക്കുണ്ടാക്കിയ പ്രശ്നങ്ങൾ മറ്റുള്ളവരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലെ. നമുക്കുണ്ടാക്കിയത് നമുക്ക് ദൈവത്തോട് പറഞ്ഞ് അതിന് പരിഹാരം വരുത്താം. നമ്മുടെ കുഴപ്പങ്ങൾ കൊണ്ടുണ്ടായത് ദൈവം നിശ്ചയമായും സാരമില്ല, അല്ലെ. ചില ആൾക്കാരുടെ തെറ്റായ തീരുമാന നിമിത്തം ബിസിനസ് തകർന്നവരുണ്ട്. അവിടെ തെറ്റായ തീരുമാന നിമിത്തം കുടുംബം തകർന്നവരുണ്ട്. തെറ്റായ തീരുമാന നിമിത്തം ഒത്തിരി നഷ്ടം വന്നവരുണ്ട്. നമുക്ക് പറ്റിയത് നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറ്റുള്ളവർക്ക് നമ്മൾ മൂലമുണ്ടാക്കിയ പരിക്കുകൾ, നമ്മൾ മൂലമുണ്ടാക്കിയ പ്രതിസന്ധികൾ, അതും ഒരു വലിയ പ്രശ്നമാണ്. അതിനും ഒരു പരിഹാരം ഉണ്ടായെങ്കിലേ നമ്മുടെ ആത്മജീവിതത്തിൽ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ കുറവുകൾ, നമ്മുടെ തീരുമാനത്തിലുണ്ടായ പിശകുകൾ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അവിവേകങ്ങൾ, ഇത്തരം പ്രവർത്തികൾ മൂലം നമുക്കും മറ്റുള്ളവർക്കും ഉണ്ടായ നഷ്ടങ്ങളും മറ്റുള്ളവർക്കും നമുക്കുമുണ്ടായ കഷ്ടങ്ങളും, ഈ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ആത്മീകമായി പുറകോട്ട് വലിക്കുവാൻ സാധ്യതയുള്ള കാര്യമാണ്. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അനേകം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ക്ഷീണിച്ചു പോകുന്നത്, തകർന്നു പോകുന്നത് ഈ ഒരു വിഷയത്തിലാണ്. അവർ പറയും, ശരിയാണ് പാസ്റ്ററെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്റെ തീരുമാനത്തിൽ ഒരു പെശക് പറ്റി, എന്റെ സംസാരത്തിൽ ഒരു ചെറിയ പെശകുണ്ടായി, അതെനിക്കൊരു വലിയ നഷ്ടമുണ്ടാക്കി, എന്റെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി, ശുശ്രൂഷയിൽ വലിയ പരാജയം ഉണ്ടാക്കി,
എനിക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. എന്റെ തീരുമാനത്തിന്റെ കുഴപ്പമാണ് എന്റെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാൻ കാര്യം. എന്റെ വാക്ക് ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു. ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ നാം ചിന്തിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ വളരെ ക്ഷീണിച്ചു പോകാനിടയായിത്തീരും, നമ്മൾ തകർന്നു പോകാനിടയായിത്തീരും. അങ്ങനെയുള്ള ഓർമ്മ എപ്പോ വരുമ്പോഴും നമ്മൾ അപ്പോൾ ക്ഷീണിച്ചു പോകും. ഇത്തരം കാര്യങ്ങളെ ശരിക്കും കൈകാര്യം ചെയ്തെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥകളും നമുക്കുണ്ടായ തീരുമാനത്തിലെ പിഴവുകളും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളും വീഴ്ചകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആ വലിയ പ്രശ്നങ്ങളും ദുരന്തങ്ങളും അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് മാറ്റുവാൻ പര്യാപ്തമായിരിക്കാൻ വളരെ ഗൗരവമായി അതിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. പൗലോസിനോട് നമുക്ക് ചോദിക്കാം, എന്താണ് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചത്? അങ്ങയുടെ ജീവിതത്തിലെ പരിമിതി അല്ലെങ്കിൽ പരാജയം നിമിത്തം, തീരുമാനത്തിലെ പ്രശ്നങ്ങൾ നിമിത്തം എന്താണ് ഉണ്ടായത്? ഒന്നാമത് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഈ ദൈവസഭയെ ഞാൻ തകർക്കാനായി ശ്രമിച്ചതാണ്. ഈ ദൈവസഭയെ ഞാൻ തകർക്കാനായി മുടിക്കാനായി ഇറങ്ങി പുറപ്പെട്ടത്. പ്രൈസ്. ഒത്തിരി പേരെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. പൗലോസ് അതിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഉപദ്രവിയായിരുന്നു, ഞാൻ ദൂഷകനായിരുന്നു. പക്ഷേ ഞാൻ അറിയാതെ ചെയ്തതാകിയാൽ, അറിവില്ലായ്മയാൽ ചെയ്തതാകിയാൽ എനിക്ക് കരുണ ലഭിച്ചു എന്ന് പൗലോസ് പറയും. പക്ഷേ ആ കാര്യത്തെക്കുറിച്ച് പൗലോസ് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വളരെയധികം ക്ഷണിപ്പിക്കുന്ന കാര്യമാണ്. അനേകരെ ഉപദ്രവിച്ചത്, ദൈവത്തിന്റെ ദാസന്മാരെ തല്ലിയത്, ഉപദ്രവിച്ചത്, വലിച്ചിഴച്ചത് വളരെ ദുഃഖകരമായൊരു പറഞ്ഞു. പൗലോസ് പറയുക, ഞാനത് വേദനയോടെ ഓർക്കുന്നു, പക്ഷെ ഞാനത് മറക്കാൻ ശ്രമിക്കുക. ഞാനത് മറക്കുക. അത് മറന്നെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. പ്രിയപ്പെട്ടവരെ, പൗലോസ് എങ്ങനെയാണ് അത് മറന്നത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചുമ്മാ മറക്കാൻ പറ്റില്ല. മറക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ക്ഷതമേൽപ്പിച്ചിട്ട്, മറ്റുള്ളവരെ വാക്കുകൊണ്ട് മുറിപ്പിച്ചിട്ട്, മറ്റുള്ളവർക്ക് ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുത്തിയിട്ട് അത് മറക്കാൻ പറഞ്ഞാൽ വെറുതെ മറക്കാൻ പറ്റില്ല. എങ്ങനെയാ പൗലോസ് മറന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ആ തെറ്റിന് പരിഹാരം ചെയ്തു. ചിലതിന് പരിഹാരം ചെയ്തെങ്കിലേ മറക്കാൻ പറ്റുകയുള്ളൂ. ഞാനത് വ്യക്തമായി പിന്നീട് പറയാം. എന്ത് പരിഹാരമാണ് ചെയ്തത്? നാം ഇങ്ങനെ വായിക്കുന്നു, താൻ പൊളിച്ചത് താൻ പണിയാനിടയായി. ഈ സഭയെ താൻ പൊളിക്കാനായി ഇറങ്ങി പുറപ്പെട്ടു. ദൈവത്തിന്റെ ജനത്തെ ഉപയോഗിച്ചെങ്കിൽ അതേ സഭയെ തന്റെ ജീവിതം മുഴുവൻ ഉപയോഗിച്ച്, തന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് പ്രാണൻ പോകുവോളം ഈ സഭയെ പണിയുവാൻ, ഇതിനുവേണ്ടി ജീവൻ കൊടുക്കുവാൻ വരെ തയ്യാറായി. തന്റെ ലേഖനങ്ങളിലൂടെ, തന്റെ സുവിശേഷ യാത്രകളിലൂടെ, പഠന പ്രഘോഷണത്തിലൂടെ ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിന് വേണ്ടി നേടി. അനേക സ്ഥലങ്ങളിൽ അന്നുണ്ടായിരുന്ന ഭൂഖണ്ഡങ്ങളിലെല്ലാം കർത്താവിന്റെ വചനം അറിയിച്ച് അനേക സഭകൾ സ്ഥാപിച്ചു. തന്റെ ജീവൻ ഈ സഭയ്ക്ക് വേണ്ടി ഇതിന്റെ വേണ്ടി രക്തസാക്ഷിയായി മരിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുകയാണ്, ഞാൻ മറക്കുന്നു, പിൻപിലുള്ളത് മറക്കുന്നു. എന്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ, എന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ അബദ്ധമാണ് ദൈവത്തിന്റെ സഭയെ ഞാൻ ഉപയോഗിച്ചത്. അതുപോലെ പൗലോസിനോട് ചോദിച്ച രണ്ടാമത് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ബർന്നബാസും ഞാനും തമ്മിലുള്ള ഉഗ്രവാദം എന്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നമാണ്. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും ബർന്നബാസ് എന്ന് പറയുന്ന അഭിഷിക്തൻ പൗലോസിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ മനുഷ്യനാണ്. പൗലോസിനെ യെരൂശലേമിലെ സഭയ്ക്ക് പരിചയപ്പെടുത്തിയത്, പൗലോസ് ബർന്നബാസിനെ കുറിച്ച് പറയുന്ന കൂട്ടായ്മയുടെ വലം കൈ തന്നു. പൗലോസിനൊപ്പം മിഷണറി യാത്രയിൽ സഞ്ചരിച്ചത് ബർന്നബാസാണ്. ഇവർ തമ്മിൽ ഒരു വലിയ ഉഗ്രവാദം ഉണ്ടായതായിട്ട് നമ്മള് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർന്നബാസിനോട്, നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുല്യയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് പോരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. 38-ാം വാക്യം. ഇങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തെരഞ്ഞെടുത്തു. സഹോദരന്മാരാൽ കർത്താവിന്റെ കൃപയിൽ പരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സുറിയ, കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോന്നു.
പ്രൈസ് ദി ലോർഡ്. തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്ന അനുഗ്രഹീതനായ ആ ദൈവ മനുഷ്യൻ ബർന്നബാസുമായിട്ട് പൗലോസിന് ഒരു വലിയ തർക്കമുണ്ടായി. വെറും തർക്കമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായി, രണ്ടായിട്ട് പിരിഞ്ഞു. എന്തിനു വേണ്ടിയാ പിരിഞ്ഞത്? മർക്കോസ് എന്ന യോഹന്നാനെ കുറിച്ചുള്ള തർക്കം. എന്താണ് പ്രശ്നം? ബർന്നബാസിന്റെ ചാർച്ചയിൽപ്പെട്ട ഈ മർക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ആദ്യത്തെ മിസ്റ്ററി യാത്രയിൽ പൗലോസിനും ബർന്നബാസിനും ഒപ്പം മർക്കോസ് ഉണ്ടായിരുന്നു. പക്ഷേ നാം ഇങ്ങനെ വായിക്കുന്നത്, പംഫുല്യയിൽ വെച്ച് യാത്രയിലെ ക്ലേശം നിമിത്തം, പ്രതിസന്ധി നിമിത്തം ഈ മർക്കോസ് തിരിച്ചു പോകുന്നു. ഇടയ്ക്ക് വെച്ച് ദൈവത്തിന്റെ വേല ഉപേക്ഷിച്ച്, യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു. പൗലോസ് എന്ന് പറയുന്ന കർക്കശക്കാരനായ മനുഷ്യൻ, സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന മനുഷ്യൻ, തന്റെ ശരീരം പോലും നോക്കാതെ കർത്താവിന്റെ വേലയ്ക്കാകി പോകുന്ന ആ മനുഷ്യൻ, തീഷ്ണതയുള്ള പൗലോസ് ഈ മർക്കോസ് ചെയ്തതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. രണ്ടാം മിസ്റ്ററി യാത്ര പോകുമ്പോൾ ബർന്നബാസ് ആകട്ടെ മർക്കോസിനെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, വേണ്ട, മർക്കോസിനെ കൂടെ കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് തർക്കിച്ചു. ഇവർ തമ്മിലുള്ള തർക്കം വലിയ വാഗ്വാദമായി, അത് ഉഗ്രവാദമായി മാറി. സംഭവിച്ചതെന്താണ്? രണ്ട് അഭിഷിക്തന്മാർ തമ്മിൽ വേർപിരിഞ്ഞു, അവർ രണ്ടായി പിരിഞ്ഞു. നോക്കണേ. എന്നാൽ ഈ മർക്കോസിനെ ബർന്നബാസ് കൂട്ടിക്കൊണ്ട് പോവുകയും പൗലോസ് ആകട്ടെ തന്റെ കൂടെ ശീലാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കൂട്ടിക്കൊണ്ട് മിസ്റ്ററി യാത്ര തുടർന്നു. എത്ര ദുഃഖകരമായ ഒരു സംഗതിയാണ്, എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ്. പൗലോസ് പറയാണ്, ആ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ വലിയ പ്രതിസന്ധി പൗലോസ് പരിഹരിച്ചു. ബർന്നബാസുമായിട്ടുള്ള കാര്യം പറഞ്ഞു തീർത്തു, അതിന് പരിഹാരം വരുത്തി എന്ന് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആദ്യമേ പറഞ്ഞു, ചുമ്മാ മറക്കാൻ പറഞ്ഞാൽ പറ്റില്ല. രണ്ടുപേരും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായി പിരിഞ്ഞുപോയി. അതിനൊരു പരിഹാരം വേണം. അതിനുള്ള പരിഹാരം വരുത്തി. ആ വരുത്തിയത് എങ്ങനെയാണെന്ന് നമുക്ക് വായിക്കാം. നമുക്ക് കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, എന്റെ സഹഭക്തനായ അരിസ്തർഹോസും ബർന്നബാസിന്റെ മച്ചുനനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ. അവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവനെ കൈക്കൊള്ളുകയും. നോക്കണേ, ഇതേ മർക്കോസിനെ കുറെ നാളുകൾക്ക് ശേഷം പൗലോസ് ലീഗ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുക, മർക്കോസിനെ കുറിച്ച് നിങ്ങൾക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ടല്ലോ, അവനെ കൈക്കൊള്ളണം. സ്തോത്രം. എന്താ ഇതിനിടയ്ക്ക് സംഭവിച്ചത്? ഒരു വലിയ അത്ഭുതം സംഭവിച്ചു. ബർന്നബാസ് എന്ന് പറയുന്ന ഈ ദൈവമനുഷ്യൻ ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാക്കി വാർത്തെടുത്തു. സ്തോത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മർക്കോസ് ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറി. ഈ മർക്കോസിന്റെ വീട്ടിലാണ് ദൈവത്തിന്റെ സഭയുടെ ഉദ്ഘാടനം എന്ന് പറയാവുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകുകയും ഈ മർക്കോസിന്റെ മാളിക മുറിയിലാണ് ആത്മപകർച്ച ഉണ്ടായത്. ഈ മർക്കോസ് കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു. ദൈവത്തിന്റെ സഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷം താൻ രചിക്കുവാനിടയായി. മർക്കോസിന്റെ സുവിശേഷം എന്താ സംഭവിച്ചത്? പൗലോസ് തള്ളിക്കളഞ്ഞ, ഇനി ശുശ്രൂഷയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞ മർക്കോസിനെ ബർന്നബാസ് ചേർത്ത് നിർത്തി. പ്രൈസ് ദി ലോർഡ്. കൊണ്ടുപോയി വചനം പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച്, അല്ലെ, പരിശീലിപ്പിച്ച് അനുഗ്രഹീതനായ ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റി. ബർന്നബാസിന്റെ ആ മിനിസ്ട്രി ഒന്ന് നോക്കിക്കേ, എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ. പൗലോസ് തിരിഞ്ഞു നോക്കി ചിന്തിക്കുക. വർഷങ്ങൾക്ക് ശേഷം പൗലോസ് മനസ്സിലാക്കി, ഞാൻ പറഞ്ഞതുപോലെയല്ല, ശുശ്രൂഷയ്ക്ക് കൊള്ളില്ലെന്ന് ഞാൻ ചിന്തിച്ചെങ്കിലും ബർന്നബാസ് അവനെ, മർക്കോസിനെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റി. അല്ലെ, പൗലോസ് പറയുകയാണ്, ഓരോരുത്തർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് കൽപ്പന തന്നിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ, അവനെ കൈക്കൊള്ളണം. മർക്കോസിനെ തള്ളിക്കളയരുത്, ഉപേക്ഷിക്കരുത്, അവനെ കൈക്കൊള്ളണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവമാണ്. ഒരിക്കൽ തനിക്ക് പറ്റിയ അബദ്ധം, തെറ്റ്, അല്ലെ, താൻ മുന്നോട്ട് ചിന്തിക്കാനെടുത്ത തീരുമാനം അത് തെറ്റാണെന്ന് മനസ്സിലായപ്പോ അതെ മർക്കോസിനെ അംഗീകരിക്കുവാൻ പൗലോസ് തീരുമാനിച്ചു. ഇന്ന് പലരും ചിലരെ തള്ളിക്കളഞ്ഞ് ആയുസിൽ അംഗീകരിക്കില്ല, അല്ലെ, ഒറ്റ തള്ളിക്കളച്ചില്ല, കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുക. പക്ഷേ ബർന്നബാസിനെ പോലെ ചിലരുണ്ട്, അവരെ മാറ്റിയെടുക്കുന്നവർ. ഞാനൊരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ. പൗലോസിനെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നത്, പൗലോസിനെ കുറിച്ച് എനിക്ക് സന്തോഷം തോന്നുന്നത്, തന്റെ ജീവിതത്തിൽ താൻ തിരുത്തുവാൻ തയ്യാറായി, തെറ്റുതിരുത്തുവാൻ തയ്യാറായി, മർക്കോസിനെ അംഗീകരിക്കാൻ തയ്യാറായി. ഇന്ന് വചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ, തള്ളിക്കളഞ്ഞ ചിലതിനെ ചേർത്ത് നിർത്തണം കേട്ടോ. ഉപേക്ഷിച്ച് കളഞ്ഞ ചിലതിനെ ചേർത്ത് നിർത്തണം. നമ്മുടെ അവിവേകം നിമിത്തം, നമ്മുടെ അറിവില്ലായ്മ നിമിത്തമൊക്കെ സംഭവിച്ച പിഴവുകൾക്ക് പരിഹാരമുണ്ടാക്കണം, തിരുത്തൽ നടപടികൾ ചെയ്യണം. പൗലോസ് ഇതാ മർക്കോസിനെ
കൈക്കൊള്ളുവാൻ പറയുക. തീർന്നില്ല, മറ്റൊരു പരാമർശം കൂടെ 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇതേ മർക്കോസിനെ കുറിച്ച് പൗലോസ് നടത്തുന്നുണ്ടല്ലോ. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. പൗലോസ് പറയാണ്, മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. ഇവനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ പറയുകയാണ്, അവൻ എനിക്ക് ശുശ്രൂഷയ്ക്ക് ഉപയോഗമുള്ളവനാകിയാൽ കൂട്ടിക്കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, പിൻപിലുള്ളത് മറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില പരിമിതികളും നമ്മുടെ ചില അബദ്ധങ്ങളും നമ്മുടെ ചില തീരുമാനത്തിൽ വന്ന കുഴപ്പങ്ങളും കൊണ്ട് അല്ലെ ഉണ്ടായ പ്രശ്നങ്ങളും മറ്റുള്ളവർക്കുണ്ടായ ക്ഷതങ്ങളും മറ്റുള്ളവർക്കുണ്ടായ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നുകൂടെയാണ്. അല്ലാതെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയെന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞിരുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. മനുഷ്യനോടുള്ളത് മനുഷ്യനോട് ക്രമീകരിക്കണം, ദൈവത്തോടുണ്ടായത് ദൈവത്തോട് ക്രമീകരിക്കണം. അപ്രകാരം വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും ഒക്കെ പറഞ്ഞതും ചെയ്തതും കൊടുത്തു തീർക്കേണ്ടതും ഒക്കെ ഒന്ന് ക്രമീകരിച്ചെങ്കിൽ മാത്രമേ മറക്കാൻ കഴിയൂ. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറയുക, ഞാൻ പിൻപിലുള്ളത് മറക്കും. ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. എന്താണ് നാം ചിന്തിച്ചത്? പൗലോസ് പറയുക, പിൻപിലുള്ളത് ഞാൻ മറക്കുന്നു. എന്താണ് മറക്കേണ്ടത്? ദൈവം ചെയ്ത ഉപകാരങ്ങളാണ്, അതൊരിക്കലും മറക്കരുത്. അത് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള ശക്തി വരും, കൃപ തരും. അതെപ്പോഴും ഓർക്കണം. പിന്നെന്താണ് മറക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ ഏൽപ്പിച്ച മുറിവുകൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നമ്മളെ വെല്ലുവിളിച്ചത്, നമ്മുടെ ശുശ്രൂഷയെ വെല്ലുവിളിച്ചത്, നമ്മുടെ ജീവിതത്തിനെതിരെ ഉള്ളത്, നമ്മുടെ ശരീരത്തിനെതിരെ ഉള്ളത്, നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകൾക്കെതിരെയുള്ള വെല്ലുവിളി, ഈ വെല്ലുവിളികളെയൊക്കെ നാം മറക്കണം. എങ്ങനെയാ മറക്കാൻ കഴിയുക? യോസഫിന്റെ ജീവിതത്തിൽ ദൈവം അതെല്ലാം മറക്കുമാറാക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മെ വർദ്ധിപ്പിച്ചത് കൊണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട്, പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം മറക്കുകയും ഇതെല്ലാം പുറകിൽ കളയുകയും ചെയ്യണം. കാരണം നമുക്ക് മുന്നോട്ട് പോകണം. അവസാനമായി ചിന്തിച്ചത് എന്താണ്? നാം നമ്മുടെ ജീവിതത്തിൽ മറക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് തന്നെ വന്ന പരിമിതികളാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പ്രശ്നങ്ങളാണ്. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ചിന്ത കൊണ്ടും നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടും നമ്മുടെ ഇടപാടുകൾ കൊണ്ടും നമുക്കുണ്ടായത് നഷ്ടങ്ങൾ ദൈവം നിശ്ചയമായും നികത്തി തരും. സമ്പത്ത് നഷ്ടമായിട്ടുണ്ടോ, ജോലി നഷ്ടമായിട്ടുണ്ടോ, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, നിശ്ചയമായും ദൈവം അതിനെല്ലാം പരിഹാരം കിട്ടും. എന്നാൽ നാം ഒരു മറ്റുള്ളവർക്കുണ്ടായ ക്ഷതങ്ങൾ, മറ്റുള്ളവർക്കുണ്ടായ പ്രശ്നങ്ങൾ അത് നാം തന്നെ പരിഹരിക്കണം. ക്ഷമ ചോദിക്കേണ്ടടുത്ത് ക്ഷമ ചോദിക്കണം, ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ചാൽ നിങ്ങൾക്ക് ഈ മുറിവുകൾ മറക്കുവാൻ കഴിയും. അങ്ങനെ പിൻപിലുള്ളത് മറന്നാൽ പിന്നീട് അടുത്ത കാര്യം മുൻപിലേക്ക് നമുക്ക് കുതിക്കാൻ കഴിയും. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങനെ വചനം ഞങ്ങളോട് ഇടപെട്ടതിനായിട്ട് സ്തോത്രം. പിൻപിലുള്ളത് മറക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ കർത്താവെ. പിൻപിലുള്ളത് മറക്കുവാൻ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയൊരു ഉപകാരങ്ങളും നന്മകളുമല്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഉണ്ടായ മുറിവുകൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്ത കൊണ്ടും സകല മേഖലകളിലും അനേക മണ്ഡലങ്ങളിലൂടെ ഞങ്ങളുടെ അകത്തുണ്ടായിരിക്കുന്ന മുറിവുകൾ, അനേകർ ഞങ്ങളെ മുറിവേൽപ്പിച്ചത് കർത്താവെ, ആ മുറിവിന്റെ ആഴം വലുതാണ്. പക്ഷേ ഇന്ന് അവരോട് ക്ഷമിക്കുവാൻ, ആ വാക്കുകളോട് ക്ഷമിക്കുവാൻ, ആ പ്രവർത്തനത്തോട് ക്ഷമിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യോസഫിനെ എല്ലാം മറക്കുമാറാക്കിയ ദൈവം ഞങ്ങളെയും ഇതെല്ലാം മറക്കുവാനുള്ള കൃപ നൽകണമേ. മനഃപൂർവ്വമായി മറന്നു കളയുവാൻ, മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. അപ്പോൾ തന്നെ കർത്താവെ, ഞങ്ങളുടെ വാക്കും ഞങ്ങളുടെ പ്രവൃത്തിയും ഞങ്ങളുടെ ജീവിതവുമുണ്ട്. അനേകർക്ക് മുറിവേറ്റിട്ടുണ്ട്, അനേകർക്ക് പ്രശ്നമുണ്ടായിട്ടുണ്ട്. കർത്താവെ, അത് ഇന്ന് പകൽക്കാലം ക്രമീകരിക്കുവാനും അതൊക്കെ ഈ ക്രമീകരണം വരുത്തി ആനൊരു ക്ഷമ പ്രാപിച്ച് കർത്താവെ ഞങ്ങൾക്ക് മുന്നേറുവാൻ, അതെല്ലാം മറന്നു കളഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വർഷം ഞങ്ങളെ വിട്ടുപോകുന്നു. ഈ പുതിയ വർഷത്തിൽ ഒരു പുതുക്കത്തോടെ, ഒരാത്മീയ മുന്നേറ്റത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ അനുഗ്രഹവും കൃപകളും ഞങ്ങളുടെ മേൽ പകരണമേ. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.